ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. ഒരു കുട്ടി സ്റ്റോറി പറഞ്ഞു തുടങ്ങട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുഹബത്ത് കാ സർബത്താണ്. അത് എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ല ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് എനിക്കറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഷോർട്സ് മാത്രം ഇട്ടിരുന്ന എൻ്റെ ആദ്യ വ്ളോഗാണിത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മുഖം കാണിക്കാനോ എൻ്റെ വോയിസ് കൊടുക്കാനോ എനിക്കെന്തോ ഭയങ്കര ഒരു മടിയാണ്. കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം തൊട്ടോ ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യോ സംസാരിക്കുന്നോ അങ്ങനെ ഒരാളായിരുന്നില്ല ഞാൻ. ഇപ്പോൾ ഞാൻ ചെയ്ത 49 വീഡിയോസിൽ എൻ്റെ മുഖം കാണിക്കാനോ എൻ്റെ ശബ്ദം കൊടുക്കാനോ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഞാനാണിപ്പോൾ ഒരു വ്ളോഗ് തുടങ്ങിയിരിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കാനും അത് സെർവ് ചെയ്യാനും നമ്മളുണ്ടാക്കിയ ഭക്ഷണം ആളുകൾ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണാനൊക്കെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. അതിനുള്ള സമയവും സാഹചര്യങ്ങളും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് ഒത്തുവരുന്നത് ഈ ജനുവരി 26-നായിരുന്നു, 2026. അന്ന് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി. എനിക്കൊരു 2 മാസം റെസ്റ്റിംഗ് സമയം വന്നു. ആ 2 മാസം ഞാൻ എന്ത് ചെയ്യും? എപ്പോഴും പുറത്ത് നടന്ന സിനിമ കണ്ട് കൂട്ടുകാരുടെ ഒപ്പം നടക്കുന്ന എനിക്ക് എവിടെയെങ്കിലും ഇരിക്കുക എന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഈ റെസ്റ്റിംഗ് ടൈം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഫുഡിൻ്റെ വ്ളോഗ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. അങ്ങനെ അത് ഞാൻ പതുക്കെ പ്രാവർത്തികമാക്കി അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടു. അന്ന് തന്നെ ഇടാൻ കാരണം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അന്നാണ് കൈയുടെ പ്ലാസ്റ്റർ കിട്ടിയത്. അപ്പോൾ കൈ ഒഴിവായപ്പോൾ ഞാൻ ആ വീഡിയോ ഇടാതെ വിചാരിച്ച് അങ്ങനെ ഒരു തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 50ാമത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമുള്ള പോലെ, ഞാൻ കാരണം കുറച്ചെങ്കിലും പേർക്ക് ഉപകാരമുള്ള പോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന ആലോചനയാണ് മുഹബത്ത് കാ സർബത്തിലേക്ക് എത്തിയത്. ഇക്കൊല്ലത്തെ ചൂടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ചൂട് കാരണം നമ്മൾ കാരണം ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവണ പോലെ എന്തെങ്കിലും ചെയ്താലോ എന്ന ആലോചനയിൽ നിന്നാണ് ഞാൻ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാം എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ തൃശ്ശൂരിൻ്റെ ചൂടിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ തേക്കിൻകാടി കൂടിയൊക്കെ നടന്ന അവസരമായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ ഈ മുഹബത്ത് കാ സർബത്ത് കൊടുക്കുമ്പോൾ ആ ചൂടത്ത് അവർക്കതൊരു ആശ്വാസമായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, ആ ആശ്വാസം, അതൊരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു. നമ്മുടെ രവി മോഹൻ സാർ, നമ്മുടെ ജയൻ രവി തില്ലാലങ്കടി എന്ന സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു കിക്ക് കിട്ടണം. അത് നമ്മൾ കാരണം അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ആ കിക്ക് കിട്ടും തന്നെ. ഈ 50ാമത്തെ വീഡിയോ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഒരു സന്തോഷം പകരാൻ പറ്റിയത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. വീഡിയോസ് തുടർന്നിട്ട് പോകുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഞാൻ കാരണം ഉപകാരമുള്ള പോലെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ. ഇൻസ്റ്റഗ്രാമിൽ 50ാമത്തെ വീഡിയോ ആണിത്. ഇത് യൂട്യൂബിൽ ഞാനൊരു വ്ളോഗായിട്ടാണ് ഇടുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗാണിത്. എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര്. ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, നീ നിൻ്റെ ജോലി ചെയ്യ് എന്നവർക്ക് പറയായിരുന്നു. പക്ഷേ അവരത് പറയാതെ എന്നെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഈ ഒറ്റക്കാൽ വെച്ച് ചെയ്തു തുടങ്ങിയപ്പോഴും എനിക്ക് അവരുടെ സപ്പോർട്ട് വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ഇപ്പോൾ ഒരു താങ്ക് യു പറയുന്നു. അങ്ങനെ താങ്ക് യുവിൽ ഒതുക്കുന്ന ഒരു ഫോർമാലിറ്റി അല്ല ഞങ്ങളുടെ ബന്ധം, എന്നാലും ഞാനിത് പറയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. UK ഫുഡി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യണം. ഫേസ്ബുക്കിൽ അക്കൗണ്ട് വന്നിട്ടില്ല. ഞാൻ പതുക്കെ തുടങ്ങാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തുടങ്ങിയാൽ അതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ UK ഫുഡി എന്ന ഇൻസ്റ്റഗ്രാം ചാനലിൽ 50ാമത്തെ വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് 50 വീഡിയോ തികഞ്ഞതുകൊണ്ട് ഞാൻ 50 പേർക്ക് എന്നാലാവും വിധം
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തൊരു പരിപാടിയാണിത്. അധികം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഇല്ല. അപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തുടങ്ങിയിട്ട് 2 മാസം ആവുന്നുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഞാൻ വലിയൊരു താങ്ക് യു അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. പിന്നെ ഒരു സോറി, കാരണം കുട്ടി സ്റ്റോറി പറയാൻ വന്നിട്ട് ഞാനൊരു 5-6 മിനിറ്റായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക് യു ഓൾ. മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തണ്ണിമത്തൻ, റോസ് സിറപ്പ്, പഞ്ചസാര, കസ്കസ്, പാല് എന്നിവയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യം തണ്ണിമത്തൻ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിയാനായിട്ട്. അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് തണ്ണിമത്തൻ ഇടുക. അതിലേക്ക് കസ്കസ് ചേർക്കുക, റോസ് സിറപ്പ്, പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കുക എന്ന് പറയുമ്പോൾ ആ എല്ലാ മിക്സും ഒന്ന് ചേർന്ന് വരണ പോലെ നമ്മൾ അത്ര ഇതിൽ വേണം ഇളക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ്സുകൾ നിരത്തി വെച്ച് നമ്മൾ അതങ്ങോട്ട് നിറയ്ക്കുക, അത് പാക്ക് ചെയ്യുക, എല്ലാവർക്കും കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഐസ് ചേർക്കുക. ഐസ് ചേർത്ത് എല്ലാം ഒരേപോലെ ആവുന്നവരെ വീണ്ടും ഇളക്കി. വേണമെങ്കിൽ ഇപ്പോൾ പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം. ഐസ് ഇടുമ്പോൾ മധുരം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. സ്വയമൊരു പുഴയുടെ കളകളമായി പോരൂ. ഇതിൻ്റെ ഇടയിൽ ഒരു 2 വരി സോങ് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഏത് സിനിമയിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരൊന്ന് കണ്ടുപിടിച്ച് കമൻ്റ് ഇടുക. ഇതിൽ ചെറിയൊരു ക്ലൂ തരാം. ജയറാമേട്ടൻ്റെയും രാജസേൻ സാറിൻ്റെയും സിനിമയിലെ പാട്ടാണിത്. ഇത് കണ്ടുപിടിച്ചവർ ഇൻസ്റ്റാഗ്രാമിൽ 50ാമത്തെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ടാൽ മതി. കമൻ്റ് ഇട്ട് റെഡി ആയിട്ടുള്ള 5 പേർക്ക് ഞാൻ ഗിഫ്റ്റ് തരാം. ഇത് നമ്മൾ ആർക്കൊക്കെ കൊടുത്തു, അവർക്കത് കൊടുത്ത് കിട്ടിയപ്പോഴുള്ള സന്തോഷം, അവരുടെ ആ ഒരു ഇത്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീണ്ടും വലിയൊരു താങ്ക് യു പറയണു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും പാർട്ട് 2 കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പിന്നെ 50ാമത്തെ വീഡിയോയിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഭംഗിയായി. ഇനി അടുത്തത് 75ാമത്തെ വീഡിയോയിലും 100ാമത്തെ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹചര്യം അനുസരിച്ച് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചത് എൻ്റെ അനിയൻ്റെ പോലെയുള്ളൊരു കുട്ടിയാണ്. അവനോട് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. അവൻ്റെ ജോലി സമയത്ത് നിന്ന് അവൻ ഓടി വന്ന് എന്നെ സഹായിച്ചതിന് എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് മുമ്പാണ് അവൻ എല്ലാം വീഡിയോ എടുത്ത് തന്നിട്ട് അവൻ പോയതും പാക്ക് ചെയ്യാൻ സഹായിച്ചതും എല്ലാം കൊണ്ടുവയ്ക്കാൻ സഹായിച്ചതും എല്ലാം അവൻ തന്നെയായിരുന്നു. അനിയൻ്റെ പോലെയല്ല, അവൻ എൻ്റെ അനിയൻ തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോ കൂടെ അവർ പ്രത്യേക ഒരു നന്ദി പറയണു. അങ്ങനെ താങ്ക് യു പറയേണ്ട ഒരു ബന്ധമല്ല, പക്ഷേ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞാൽ വെറും ഫോർമാലിറ്റി മാത്രമാണത്. ഇനി ചലഞ്ചിൻ്റെ ട്രെൻഡ് കഴിഞ്ഞെന്നറിയാം. എന്നാലും ഞാൻ തൃശ്ശൂരുള്ളവർക്ക് ഫുഡ് ചലഞ്ചായിട്ട് വരാൻ ശ്രമിക്കാം. സിമ്പിളായിട്ടുള്ള പരിപാടികൾക്ക് അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള പോലെയും അവർ കാരണം മറ്റുള്ളവർക്ക് ഉപകാരമുള്ള പോലത്തെയും ചെറിയ ചെറിയ ഫുഡ് ചലഞ്ചുകൾ. ഇനി ഇതിനേക്കാൾ വലിയ വലിയ പരിപാടികളാണ് ചിന്തയിലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുമ്പോട്ട് പോകാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര നേരം ഇതൊക്കെ കേട്ടിരുന്നതിന് നന്ദി. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു സോങ് പ്ലേ ചെയ്തില്ലേ, അത് കണ്ടുപിടിച്ച് എനിക്ക് കമൻ്റ് ഇടുന്നവർക്ക് 5 പേർക്ക് ഒരു സമ്മാനം തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, സഹകരിക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമ്മുടെ ഹെൽത്തൊക്കെ നോക്കുക, ഹെൽത്തി ഭക്ഷണം കഴിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെയും വക വലിയൊരു ഹാപ്പി വിഷു. അടിപൊളി ആയിട്ട് പോട്ടെ, ഒരുപാട് കൈനീട്ടങ്ങൾ കിട്ടട്ടെ, എല്ലാം സെറ്റാവട്ടെ. അപ്പോൾ
താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ എല്ലാവരും പാർട്ട് 2 കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. UK ഫുഡി ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും സബ്സ്ക്രൈബും ചെയ്യുക, ഫോളോയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ഞാൻ ചെയ്യണം, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.